പെട്ടെന്നൊരു ദിവസം നമ്മളുടെ വാട്സാപ്പിലുള്ള ഇമ്പോർട്ടന്റ് മെസ്സേജുകൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? അത് തിരിച്ചെടുക്കണ്ടേ? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഞാൻ കീരൂസ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാര് ആദ്യമായിട്ടാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വാട്സാപ്പിൽ വരുന്ന പല മെസ്സേജുകളും നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒരു പക്ഷെ അബദ്ധത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരിക്കലാവും ആ മെസ്സേജിന്റെ ആവശ്യം നമ്മൾക്ക് വരാറ്. ഇങ്ങനെ നമുക്ക് ആ മെസ്സേജുകൾ ഈസിയായി തിരിച്ചെടുക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വീഡിയോ കൂട്ടുകാർ മുഴുവനായി കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഓരോ സ്റ്റെപ്പും അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ മൊബൈൽ ഫോണിലോ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലോ നമ്മളുടെ വാട്സാപ്പിന്റെ ബാക്കപ്പ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ആ ചാറ്റുകൾ റീസ്റ്റോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി അത്തരത്തിലൊരു ബാക്കപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ പിന്നെ നമ്മൾക്ക് അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് എടുക്കാൻ കഴിയുകയുള്ളൂ. അതിന്റെ ഒരു വീഡിയോ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നമ്മൾക്ക് വീഡിയോയിലോട്ട് കടക്കാം. കൂട്ടുകാർക്ക് ആദ്യമായിട്ട് ഞാൻ എൻ്റെ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാട്സാപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ ഒരുപാട് ചാറ്റ് ഉണ്ട്. ഞാനൊരു ചാറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു ഫയൽ, ഈ ഒരു ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നമുക്ക് ചിലപ്പോൾ 1-2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാകും നമുക്ക് ആ ചാറ്റ് തിരിച്ചു വേണമെന്ന് തോന്നുക. അല്ലെങ്കിൽ ഉദാഹരണത്തിന് FM എന്ന് പറയുന്ന ഈ ചാറ്റ് തന്നെ ഞാൻ ടോട്ടലി ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി കുറച്ച് സമയങ്ങൾ കഴിഞ്ഞിട്ടാകാം അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാവാം ആ ചാറ്റ് നമുക്ക് തിരിച്ചു വേണമെന്ന് തോന്നുക. നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഈ ഒരു വീഡിയോയിൽ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ ഫോൺ മെമ്മറി ഒന്ന് ഓപ്പൺ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ ചാറ്റ് ഡിലീറ്റ് ചെയ്ത ഡേറ്റ് അതെന്നാണ് എന്നുകൂടി നിങ്ങൾക്കൊന്ന് ഓർമ്മ വരണം. അതിനുശേഷം കൂട്ടുകാർക്ക് ഇവിടെ ലോക്കൽ ഫയൽസ് എന്ന് കാണാൻ കഴിയും. ഇനി നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ മോഡലിനനുസരിച്ചിട്ട് ഇൻറ്റേർണൽ സ്റ്റോറേജ്, ഫോൺ മെമ്മറി എന്നൊക്കെയാണ് കാണാൻ കഴിയുക. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് അഥവാ ഫോൺ മെമ്മറിയാണ്. അതിനുശേഷം ഇതൊക്കെ താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് വാട്സാപ്പ് എന്നൊരു ഫോൾഡർ കാണാൻ കഴിയും. ഓപ്പൺ ചെയ്യാം. ഇവിടെ ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാൻ കഴിയും. ഓപ്പൺ ചെയ്യാം. ഇനി ഇവിടെ ഡേറ്റ് വെച്ചിട്ട് കുറേ ഫയലുകൾ കാണാൻ കഴിയും. 5/4/20 നമ്മളുടെ വാട്സാപ്പ് ഡെയിലി ബാക്കപ്പ് ചെയ്യുന്ന ഫയലുകൾ ഇവിടെ കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് എന്നാണ് ആ ചാറ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് അതിൻ്റെ തലേ ദിവസത്തെ ബാക്കപ്പ് നമുക്ക് റീസ്റ്റോർ ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ 7-ാം തീയതിയാണ് ഈ ഒരു ചാറ്റ് ഡിലീറ്റ് കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 5-ാം തീയതിയത്തെ ചാറ്റ് ഇവിടെ ബാക്കപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ജസ്റ്റ് ഈ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഈ ഫോൾഡർ ആദ്യം കോപ്പി ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം കേട്ടോ. കാരണം ഫയലുകൾ മൊത്തമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അബദ്ധം കൊണ്ട് പോകരുത് എന്ന് കരുതിയിട്ടാണ് പേസ്റ്റ് കൊടുക്കാം. ഇവിടെ ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓവർ റൈറ്റ് ചോദിക്കുന്നത്. നമ്മളത് കൊടുത്തു. ഇനി വീണ്ടും നമുക്ക് വാട്സാപ്പ് ഫോൾഡർ ഓപ്പൺ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ഫയൽ മാത്രം അവിടെ എടുത്തു വയ്ക്കാം. ബാക്കിയുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ഞാൻ 5/5/2020 ഞാനിവിടെ 5/5/2020 ബാക്കപ്പ് മാത്രമാണ് വെക്കുന്നത്. ബാക്കി എല്ലാ ഫയലുകളും ഇവിടുന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റെപ്പ് കൂട്ടുകാർക്ക് കാണിച്ചു തന്നത് നിങ്ങളുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സാധാരണ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ധൃതിയിലൊക്കെ ചെയ്യുമ്പോൾ പല തെറ്റുകൾ വരുന്നത് പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മെസ്സേജ് സ്റ്റോർ എന്നുള്ള ഈ സംഭവം ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒന്നുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് റീനെയിം ചെയ്യണം. ഇപ്പോൾ ഇവിടെ മോർന്ന് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ റീനെയിം എന്ന് കാണാൻ കഴിയും. ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഈ ഡേറ്റ് ഉണ്ടല്ലോ 2020 മുതൽ 1 വരെ ഉള്ളത് അതങ്ങോട്ട് കളയാം. നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും മെസ്സേജ് സ്റ്റോർ .db.crypt12 എന്നാണ് വരിക. ശേഷം ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റീനെയിം ചെയ്തു. ഇതാണ് നമ്മൾ ഇനി ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം. പുതിയൊരു വാട്സാപ്പ് രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെയാണ് വരിക. അഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. OTPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം.
നമ്മുടെ OTP വന്നു. ഇനി നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാം. ഇനി നമുക്കിവിടെ ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യണോ ചോദിക്കും. നമുക്കിവിടെ കണ്ടിന്യൂ കൊടുക്കാം. വരുന്ന എല്ലാ കൺഫർമേഷനും അലോ ചെയ്യാം. ഇവിടെ നമുക്ക് റീസ്റ്റോർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഫയൽ ഡാറ്റ എത്രത്തോളം ഉണ്ടോ അത്രയും ടൈം. എനിക്കാകെ 33 MB ഉള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പ്രോസസ്സ് കഴിയും. ഇവിടെ നമ്മൾ സക്സസ്ഫുള്ളി റീസ്റ്റോർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കാം. ഇനി നിങ്ങളുടെ പേരെന്തായിരുന്നോ ആ പേര് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. നമ്മളുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്താണോ അത് കൊടുക്കാം. ഇപ്പോൾ കൂട്ടുകാർക്ക് കാണാൻ കഴിയും ഇവിടെ ഫെം എന്ന് പറഞ്ഞ ആ ഒരു കോൺടാക്റ്റ് ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാ മെസ്സേജും ഇവിടെ കാണാൻ കഴിയും. നമ്മൾ ഡിലീറ്റ് ചെയ്ത ആ മെസ്സേജ് ഉൾപ്പെടെ ഒരു ഫേസ്ബുക്ക് ലിങ്ക് ആയിരുന്നു. ഇവിടെ ആ ചാറ്റും ഇവിടെ തിരിച്ചെത്തിയത് കൂട്ടുകാർക്ക് കാണാൻ കഴിയും. ഇന്ന് പങ്കുവെച്ച ഈ ഒരു അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോകൾ ദിവസേന കൂട്ടുകാർക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഓപ്ഷൻ ഒന്ന് എനാബിൾ ആക്കി വെക്കുക. ഇനി ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ FB പേജാണ്. ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലോട്ടും ഒരു നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്.